Good morning. Magic morning. Okay. Magic morning. Magic Morning. morning. Magic morning. Magic morning. Okay. Thank you. Thank you so much to all. Magic morning. Okay. സോ എല്ലാവരും റെഡി ആണല്ലോ? നമുക്ക് Ready. ഇന്ന് വെനസ്ഡേ ആണ്, ലോ ഓഫ് അട്രാക്ഷൻ്റെ സെഷനാണ്. സോ സേഫ് സാർ ഇപ്പോൾ ജസ്റ്റ് 2 മിനിറ്റ്സിനുള്ളിൽ ജോയിൻ ചെയ്യും. നമുക്ക് എന്നിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. Okay. Okay. ഓക്കെ, സേഫ് സാർ ജോയിൻ ആയിട്ടുണ്ട്. സോ സേഫ് സാർ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു സെഷൻ എടുക്കാൻ വേണ്ടി ഞാൻ സേഫ് സാറിനെ വെൽക്കം ചെയ്യാണ്. സേഫ് സാർ, പ്ലീസ് വെൽക്കം സർ. വെരി മാജിക് മോർണിംഗ് ടു ആൾ. ഓക്കെ, എല്ലാ ആളുകൾക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു, അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ബേസിക് എന്ന് പറഞ്ഞാൽ വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, ഞാനൊരു ചോദ്യം ചോദിച്ചിട്ട് തുടങ്ങാം. ഓക്കെ, നമ്മുടെ എന്താണ് നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്താണ് ഒരു മനുഷ്യൻ? നമ്മൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, എന്താണ് നമ്മൾ? ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തൊക്കെ കൂടിച്ചേർന്നാണ് മനുഷ്യൻ? ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്യാം. എന്തൊക്കെ കൂടിച്ചേർന്നാണ് മനുഷ്യൻ? ശരീരം, മനസ്സ്, ആത്മാവ്. ശരീരം, മനസ്സ്, ആത്മാവ്. അല്ലേ? ശരീരവും മനസ്സും ആത്മാവും കൂടിച്ചേർന്നതാണ് മനുഷ്യൻ. അടുത്തൊരു ചോദ്യം, എന്താണ് മനസ്സ്? വാട്ട് ഈസ് മൈൻഡ്? ചിന്തകളെയാണ് മനസ്സെന്ന് പറയുന്നത് റസാഖ് സാർ പറഞ്ഞത്. വേറെ എന്താണ് മനസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമ്മളുടെ ഇമോഷൻസ് ആൻഡ് ഫീലിങ്സ് അവിടെ നിന്നാണ് ഉണ്ടാവുന്നത്. നമ്മൾ ഇമോഷൻസും ഫീലിങ്സിനെയാണ് മനസ്സെന്ന് പറഞ്ഞത്. വേറെ നമ്മളുടെ എല്ലാ ചിന്തകളും മനസ്സിൽ നിന്നാണ് ഉണ്ടാകുന്നത്. നമ്മുടെ എല്ലാ ചിന്തകളും മനസ്സിൽ നിന്നാണ് ഉണ്ടാവുന്നതെന്നാണ് ഷൈനി മാം പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഒരു ചോദ്യം കൂടി ചോദിക്കാം കേട്ടോ, എന്നിട്ട് നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. ഈ ചിന്തകൾ എവിടുന്നാ വരുന്നത്? നമ്മളെ മൈൻഡൊക്കെ എവിടുന്നാ വരുന്നത്? എവിടുത്തെ? മനസ്സിലല്ലേ? എല്ലാ സാധനത്തിനും ഒരു ഒരു സ്പേസ് ഉണ്ടാവില്ല. സ്പേസ് എന്നാണത് വരിക. ബോഡിയിലേക്ക് എവിടുന്നാ വരുന്നേ? നമ്മൾ കണ്ടത്, കേട്ടത്, എന്താണ്? നമ്മൾ കാണുകയും കേൾക്കുകയായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ മനസ്സിലേക്ക് വരുന്നത്. ഫോർ എക്സാമ്പിൾ പറയാം. ഓക്കെ, ഇപ്പം ഒരു സമയത്ത് ഇപ്പോൾ ഡ്രൈവർ ഇല്ലാത്ത കാറ്, ഓക്കെ, അത് ചിലപ്പോൾ ഒരാൾ കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ടാവില്ല. ഡ്രൈവറുള്ള കാറായിരിക്കും കണ്ടിട്ടുണ്ടാവുക, അല്ലേ? എയ്റോപ്ലെയിൻ എന്ന് പറഞ്ഞ സാധനം മുമ്പ് ഒരാൾ കണ്ടിട്ടും കേട്ടിട്ടുണ്ടാവില്ല. കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യം മാത്രമാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഓക്കെ, എങ്ങനെ നമ്മൾ ഡിപ്രഷനിലേക്കും പ്രശ്നങ്ങളിലേക്കൊക്കെ പോണേ? കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യം മാത്രമാണോ അത്? ആണോ? ടോട്ടലി കൺഫ്യൂഷൻ ആയില്ലേ?
Yes. നിങ്ങൾ ടോട്ടലി കൺഫ്യൂഷൻ ആയില്ലേ? അത്രയായിരുന്നു എൻ്റെ ഉദ്ദേശം. സോ നമുക്ക് വരാം. ഓക്കെ, നമുക്ക് സംസാരിക്കാം. നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. ഓക്കെ, നമ്മൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കാം. ഞാൻ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻസ് ആൻസർ പറഞ്ഞ് തുടങ്ങാം. നമ്മളെ ചിന്തകൾ എവിടുന്നാണ് വരുന്നത് എന്നുള്ളത് തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ ലൈഫിൽ ചേഞ്ചസ് വരിക. നമ്മളൊക്കെ കരുതുന്നത് ചിന്തകൾ എന്ന് പറയുന്നത് നമുക്ക് വരുന്നത് യൂണിവേഴ്സിൽ നിന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ സബ് കോൺഷ്യസ് മൈൻഡിന്റെ പവറും നിങ്ങൾക്ക് എന്തെങ്കിലും വന്ന് അറിയില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറയുന്നത്, രാവിലെ ഇരിക്കാനും ഈ മെഡിറ്റേഷൻ ചെയ്യാനും അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ 10 മിനിറ്റ് അതിനു വേണ്ടി ഇരിക്കാനൊക്കെ പറയുമ്പോൾ ഇത് വരുന്ന യൂണിവേഴ്സിൽ നിന്നാണ്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ആ ചിന്തകൾ വിശ്വസിക്കുക എന്ന് പറയുന്നത്. നമുക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടാകുമ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാൻ പറ്റും. ശിവൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മൈൻഡിലേക്ക് വന്നൊരു പിക്ചർ എന്താണ്? ഒരു ഉടുക്ക് തൃശൂലം ഒക്കെ വെച്ചിട്ട് ഒരാളിങ്ങനെ ഇരിക്കുന്നുണ്ട്. എവിടെ ഇരിക്കുന്നത്? കൈലാസത്തിൽ. കൈലാസത്തില്. ശിവന്റെ കൂടെ ആരാള്? ശിവന്റെ കൂടെ പാർവതി. പാർവതി. സംഹാരം. ഈ ശിവന്റെ കൂടെ പാർവതി ഉണ്ട്. ശിവനെ കാണുന്ന പിക്ചറിൽ എപ്പോഴും കൂടെ പാർവതി ഉണ്ടാവാറുണ്ടോ? ഇല്ല. ഒരു സർപ്പം ഉണ്ടാവും. സർപ്പം ഉണ്ടാവും എവിടെ? കഴുത്തില്. അല്ലെ? ശിവൻ എങ്ങനെ ഇരിക്കാറുള്ളത്? ഒരു കാല് താഴോട്ടിട്ട് ഒരു കാല് മടക്കി. തപസ്. ശിവന്റെ കണ്ണെങ്ങനെ ആയിരിക്കും? പകുതിയാണ് എന്നിട്ട്. ശിവൻ ഒറ്റക്ക് എന്താ ചെയ്യുന്നത്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ധ്യാനിക്കുന്ന പോലെയാണ് അല്ലെ? ഒരു മഹർഷിന്റെ പിക്ചർ വരുമ്പോ അല്ലെ? ഇനി വേറെ കാര്യം പറയാം. നബി മുഹമ്മദ് നബി എന്ന് പറയുമ്പോൾ നമുക്കൊരു പിക്ചർ ഒന്നും വരില്ല അല്ലെ? പക്ഷെ സൗദിയിലൊക്കെ പോയ ആളുകൾക്ക് അറിയാം ഹിറാ ഗുഹ എന്നറിയാം. എന്താ ഹിറാ ഗുഹ? ഹിറാ മലയിലുള്ള ഗുഹ. ഇല്ല, അവിടെ എന്താ അതിന്റെ പ്രത്യേകത? നബി ധ്യാനിച്ച അല്ലെ? നബിന്റെ കൂടെ ആരുണ്ടായിരുന്നേ? അല്ലെ? അത് ഒളിവിൽ പോയി നിന്നപ്പോഴുള്ള സമയത്തുണ്ടായതാ. ഓക്കെ, നബിക്ക് വഹീ കിട്ടുന്ന സ്ഥലം എവിടെയാണ്? ഹിറാ ഗുഹയെന്നാണ് ഈ വഹീ കിട്ടിയിട്ട് ഖുർആനൊക്കെ ഇറങ്ങിയെന്നാണ് നമ്മുടെ വിശ്വാസം അല്ലെ? അപ്പൊ നബി എങ്ങനെയാ പോവാറുള്ളത്? ഒറ്റക്കാ പോവാറുള്ളത്. ആരും കൂട്ടാറില്ല. ഖദീജ ബീവിനെ, ആയിഷ ബീവിനെ, സിദ്ദീഖ് റളിയല്ലാഹു ആരും കൂട്ടാറില്ല. നബി ഒറ്റക്ക് പോയിട്ട് അവിടെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ഈ ഇത് വരുന്നത്. അപ്പൊ എന്താ കണക്ട് ആയത് അല്ലെ? നമ്മുടെ വിശ്വാസപ്രകാരം എന്താണ്? ഖുർആൻ എന്താണ്? ദൈവികമായിട്ടുള്ള സംഭവമാണ്. ഹോളി ഒരു പുസ്തകമാണ് അല്ലെ? ഗീതയാണെങ്കിലും അതേപോലെ തന്നെ രാമായണം ആണെങ്കിലും ബൈബിൾ ആണെങ്കിലും ഒക്കെ നമ്മൾ ഹോളി ആയിട്ടുള്ള പറയണം. ശ്രീബുദ്ധൻ എന്താ നിങ്ങൾക്ക് വരിക? ശ്രീബുദ്ധൻ എന്ന് പറയുമ്പോ ധ്യാനം. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക അല്ലെ? എല്ലാം നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഈ ഐൻസ്റ്റീൻ്റെ ഒക്കെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ഐൻസ്റ്റീന് തിങ്ക് ആൻഡ് ഗ്രോ വെച്ച് വായിക്കും പറയാം, ഐൻസ്റ്റീനൊക്കെ ഒരു ദിവസം ഒരു റൂമിൽ പോകത്ര. ആ റൂമിൽ പോയിട്ട് ആ റൂമിൽ സ്വിച്ച് ഉണ്ടാവും പറഞ്ഞു. എന്നിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കും പറഞ്ഞു. അദ്ദേഹത്തിന്റെ മൈൻഡിൽ ഒരു കാര്യം ഉണ്ടാവും. അതിന്റെ ക്വസ്റ്റ്യൻസിന് ആൻസർ കിട്ടുന്നത് വരെ അദ്ദേഹം അവിടെ ഇരുന്നിട്ട് അതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലാണ്. ഇപ്പോ ഡോക്ടർ ജോ വിറ്റാലിന്റെ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിന്റെ പേര് സീറോ ലിമിറ്റ്സ് എന്നാണ്. ഞാൻ ചിലപ്പോൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടാവും. ആ പുസ്തകം വായിക്കാത്ത ആളുകളൊക്കെ വായിക്കേണ്ട ഒരു പുസ്തകമാണ്. മലയാളത്തിൽ അവൈലബിൾ അല്ലാന്ന് എനിക്ക് തോന്നുന്നു. ഇംഗ്ലീഷിലാണ് അവൈലബിൾ. ഇപ്പൊ അവൈലബിൾ ആണോ അറിയില്ല കേട്ടോ. ഈ ഓപ്പനോപ്പനവും നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ? അതിന്റെ ഫൗണ്ടറുടെ ആയിട്ടുള്ള ഇന്റർവ്യൂ ആണ് പുസ്തകം ടോട്ടല്. ഓക്കെ, അപ്പൊ അതിൽ പറയുന്നൊരു സംഭവം, ഈ ചിന്തകൾ എവിടുന്നാ വരുന്നതെന്നുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ അതിനെ കുറിച്ചുള്ള ഡിസ്കഷൻസ് ഉണ്ട്. ഞാൻ അതുവരെ ചിന്തിക്കാത്തൊരു കാര്യം, ഇപ്പൊ നിങ്ങളൊക്കെ പറഞ്ഞതുപോലെ ചിന്തകൾ എന്ന് പറയുന്നത് ഞാനും കരുതിയത് നമ്മുടെ എക്സ്പീരിയൻസ് ഒന്നും ഇങ്ങനെയൊക്കെ വരുന്നതെന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടെ മുമ്പിൽ തന്നെ ChatGPT എന്ന് പറഞ്ഞ ഓപ്ഷൻസ് ഉണ്ടല്ലോ അല്ലെ? ChatGPT-നോട് നിങ്ങൾ എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ ChatGPT തരൂലേ? അല്ലെ? അപ്പൊ ChatGPT-നോട് ഇല്ലാത്തൊരു കാര്യം ചോദിച്ചാൽ ChatGPT തരുമോ? ഇതുവരെ വന്ന സാധനം ChatGPT-ക്ക് തരാൻ പറ്റുള്ളൂ. ഇനി വരാൻ പോകുന്ന ഒരു സാധനത്തിനെ കുറിച്ചിട്ട് ChatGPT-ക്ക് തരാൻ കഴിയൂല. എന്നാൽ ChatGPT-ക്ക് ലോകത്തിൽ എക്സ്പീരിയൻസ് ചെയ്ത സാധനം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം
ചാറ്റ് ജി പി ടി എത്രയ്ക്ക് ഐക്യുണ്ടെങ്കിലും മനുഷ്യന്റെ പവറിലേക്ക് എത്തൂല അല്ലെ. ഒരാൾ ചാറ്റ് ജി പി ടി കൊണ്ടുവന്നപ്പോൾ പിന്നെ ചാറ്റ് ജി പി ടിയെക്കാളും ബെറ്റർ ആയിട്ടുള്ള സോഫ്റ്റ്വെയറുകളാണ് വന്നത്. ചാറ്റ് ജി പി ടി തന്നെ നെക്സ്റ്റ് ലെവൽ അപ്ഡേഷനാണ് വന്നത്. ഇപ്പോൾ ഒരു എയറോപ്ലെയിൻ ഉണ്ടാക്കാത്തൊരു സമയമാണ്. എയറോപ്ലെയിൻ ഇല്ലാന്ന് കരുതുക. അപ്പൊ നമ്മൾ ചാറ്റ് ജി പി ടിയോട് ചോദിക്കുകയാണ് എയറോപ്ലെയിൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ടോ വെച്ച് കഴിഞ്ഞാൽ ചാറ്റ് ജി പി ടി നോ എന്നാ പറയാം, ഇല്ലാത്തൊരു സമയത്താണെങ്കിൽ. അപ്പോൾ മനുഷ്യന്റെ പ്രത്യേകത എന്ന് പറഞ്ഞത് നമ്മുടെ ചിന്തകൾ, നമുക്കറിയാം സബ് കോൺഷ്യസ് മൈൻഡും കോൺഷ്യസ് മൈൻഡൊക്കെ ഉണ്ട്. നിങ്ങളുടെ ചിന്തകൾ ഡയറക്റ്റ്ലി കണക്റ്റഡ് ആവുന്നത് യൂണിവേഴ്സിലേക്കാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രഭാതത്തിൽ എണീറ്റിട്ട് തഹജ്ജുദ് നിസ്കരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഈ ബ്രഹ്മ മുഹൂർത്തം എന്ന് പറയുന്ന രീതിയിലേക്ക് പോകുന്നതൊക്കെ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മൊമെന്റിൽ നമുക്ക് ഡയറക്റ്റ്ലി കണക്റ്റഡ് ടു യൂണിവേഴ്സിലേക്ക് പോകാനാണ്. എന്ന് വെച്ചാൽ ദൈവികമായിട്ട് സംഭവമല്ല ഞാൻ പറയുന്നത്. ദൈവികമായിട്ടുള്ള സംഭവം അത് അവിശ്വാസപ്രകാരം നിലനിൽക്കുമ്പോൾ തന്നെ നമ്മൾ ഒരു സ്ഥലത്ത് വളരെ കാമൻ കൂളായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമുക്ക് കുറേ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കിട്ടും. ഇപ്പോൾ നമ്മുടെ ഗ്രൂപ്പ് തന്നെ ഒരാളുണ്ടായിരുന്നു. എന്തായിരുന്നു പത്രത്തിന്റെ പേര്? വിൻസെന്റ് സാർ അല്ലേ? വിൻസെന്റ് സാർ ഈ ഗ്രൂപ്പിലില്ലായിരുന്നു. ഇപ്പം ഉണ്ടാവാറില്ല തോന്നുന്നു, കുറവാണ്. വിൻസെന്റ് സാറ് ടാറ്റയിലുള്ള വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ടാറ്റയുടെ ജംഷഡ്പൂരിലെ പ്ലാന്റാണ് അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു ദിവസം നമ്മുടെ ക്ലാസ്സിൻ്റെ ഇടയിൽ അദ്ദേഹം ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു. ടാറ്റയില് കമ്പനിയിൽ നമ്മുടെ ക്ലാസ്സിൻ്റെ ഇടയിലാണ് എന്നോട് പേഴ്സണലി പറഞ്ഞാൽ അറിയില്ല. ഓക്കെ, എനിവേ അദ്ദേഹത്തിലേക്ക് ഒന്ന് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് ആണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ഈ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ക്രൈസിസ് മാനേജ്മെന്റ് എന്ന ടീം ഉണ്ടാവും, പല കമ്പനിയിലും ഉണ്ടാവും. അതായത് കമ്പനിയിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ ടീമിന് എന്ത് ചെയ്യും ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സ്ഥലത്തേക്ക് വിടും, 4-5 പേര്. എന്നിട്ട് അവരോട് പറയും അവർക്ക് നല്ല 5 സ്റ്റാർ ഹോട്ടലൊക്കെ ബുക്ക് ചെയ്ത് കൊടുക്കും, ഫുഡ് എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കും. ആ പ്രോബ്ലംസിന് സൊല്യൂഷനുമായിട്ടാണ് വരേണ്ടതെന്ന് പറയും. 2 കാര്യം മനസ്സിലായി. എപ്പോഴാണ് ഒരു പ്രോബ്ലംസിന് സൊല്യൂഷൻ കിട്ടുക? എപ്പോഴാണ് കിട്ടുക? എല്ലാവരും ക്യാമറ ഓഫ് ആണല്ലോ, മണിസാർ മാത്രമേ ഉള്ളൂ. പ്ലീസ് ടേൺ ഓൺ യുവർ ക്യാമറ. എപ്പോഴാണ് കിട്ടുക? എപ്പോഴാണ് ഒരു പ്രോബ്ലംസിന് സൊല്യൂഷൻ കിട്ടുക? ചിന്തിച്ചു കഴിഞ്ഞാല് അല്ലേ? നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ച് കഴിയുമ്പോഴാണ് എന്ത് ചെയ്യുക, കിട്ടുക അല്ലേ? എന്നിട്ട് ഖുർആനിൽ പറയണതാണ് ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട്. അതിന്റെ മീനിങ് തന്നെ നമുക്ക് ഇത്രയും ഒരുപാട് ഡിസ്കസ് ചെയ്യേണ്ടി വരും. എപ്പോഴാണ് ഒരു പ്രോബ്ലംസിന് സൊല്യൂഷൻ കിട്ടുക വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു പ്രോബ്ലംസ് എപ്പോഴാണ് ഉണ്ടാകുന്നതും കൂടെ നമ്മൾ പഠിക്കണം. ഒരു പ്രോബ്ലം എപ്പോഴാണ് ഉണ്ടാവുന്നത്? ഒരു പ്രോബ്ലം എപ്പോഴാണ് ഉണ്ടാവുക? ഹെവി തിയററ്റിക്കൽ ആണോ ക്ലാസ്? ഭയങ്കര തിയററ്റിക്കൽ ആവുന്നുണ്ടോ? ഉണ്ടോ? മനസ്സിലാവുന്നില്ല? ഹലോ, ഒരു പ്രോബ്ലം ഉണ്ടാവുന്നത്. അതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു പ്രോബ്ലം എപ്പോഴാണ് ഉണ്ടാവുന്നത്? നിങ്ങൾ ലൈഫിൽ പ്രശ്നം എപ്പോഴാണ് ഉണ്ടാവുന്നത്? പ്രോബ്ലം എപ്പോഴും ഉണ്ടാവും. എപ്പോഴാ വരിക? വിളിക്കാതെ വരുന്ന വിരുന്നുകാരനാണ്. വിളിക്കാതെ വരുന്ന വിരുന്നുകാരനാണ് മരണം എന്ന് പറയുന്നത് അല്ലേ? ഒരു പ്രോബ്ലം എപ്പോഴാണ് ഉണ്ടാവുന്നത് നിങ്ങൾ കറക്റ്റ് ആലോചിച്ച് ഞാൻ നിങ്ങൾക്ക് ഒരു ആൻസറിലേക്ക് എത്താൻ പറ്റും. ഒരു പ്രോബ്ലം എപ്പോഴാണെന്ന് വെച്ചാൽ ഒരു പ്രശ്നത്തിന് എപ്പോഴാണോ നിങ്ങൾക്ക് പ്രശ്നമായിട്ട് തോന്നുന്നത് അപ്പോഴാണ് പ്രശ്നം ഉണ്ടാവുന്നത്. നമുക്ക് എപ്പോഴാണ് ബുദ്ധിമുട്ട് തോന്നുന്നത്? അതായത് നിങ്ങൾക്കൊരു കാര്യത്തിന് നിങ്ങൾക്ക് പ്രശ്നമായിട്ട് തോന്നുമ്പോഴാണ് അത് പ്രശ്നമാവുന്നത്, അല്ലെങ്കിൽ അത് പ്രശ്നമാവില്ല. ഞാൻ ചെറിയ സിമ്പിൾ എക്സാമ്പിളോട് പറഞ്ഞുതരാം. എൻ്റെ വീട്ടിലേക്ക് എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഒരാൾ വിരുന്ന് വന്നു. ഓക്കെ, ഒരു അച്ഛനും അമ്മയും അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ കുട്ടിയും. കുട്ടിക്ക് ഒരു 3 വയസ്സുണ്ട്. അങ്ങനെ ഞാൻ അവർക്ക് കുട്ടിക്കും അച്ഛനും അമ്മക്കും ചായയും ബേക്കറിയും കൊടുത്തു. ചായയും ബേക്കറിയും കൊടുത്ത സമയത്ത് ആ കുട്ടി ബേക്കറി വല്ലാണ്ട് എടുത്തു തന്നു. ഞാൻ കൊടുത്തിരിക്കുന്നത് കുറച്ച് ബിസ്ക്കറ്റും ലഡു ഇങ്ങനത്തെ കാര്യങ്ങളാണ്. ഈ കുട്ടി ഇങ്ങനെ ബേക്കറി ഇങ്ങനെ കൂടുതൽ ഇങ്ങനെ കഴിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് ആ കുട്ടിയുടെ അമ്മ അച്ഛൻ എന്ത് പറയും? എന്താ പറയാ? അധികം കഴിക്കണ്ട. ഞാൻ എന്താ പറയാ? അവരെ അച്ഛനും അമ്മയോട് എന്ത് പറയും? കുട്ടിയല്ലേ, കഴിച്ചോട്ടെ എന്ന് പറയും. ഓക്കെ, തിരിച്ച് ഞാനും
എൻ്റെ ഭാര്യയും എൻ്റെ മോനും വേറെ വീട്ടിലേക്ക് വിരുന്നു പോയി. ഓക്കെ, സെയിം സിനാരിയോ ഇവിടെ സംഭവിച്ചു. എൻ്റെ മോൻ എന്ത് ചെയ്തു? ഇങ്ങനെ കഴിക്കാൻ തുടങ്ങി. ഞാൻ എന്ത് പറയും? അല്ലെങ്കിൽ എൻ്റെ ഭാര്യ എന്ത് പറയും? എന്താ പറയാ? കഴിക്കണ്ട കഴിക്കരുത് എന്ന് പറയും. ആ വീട്ടുകാരെന്ത് പറയും? കഴിച്ചോ എന്നും പറയും. കഴിച്ചോളാം. ഒരു പ്രശ്നത്തിന് എപ്പോഴാ പ്രശ്നമാവുന്നത്? ഒരു പ്രശ്നത്തിന് നിങ്ങൾക്ക് പ്രശ്നമായിട്ട് തോന്നുമ്പോഴാണ് പ്രശ്നമാവുന്നത്. അതിന്റെ ഏറ്റവും വലിയ വേറെ എക്സാമ്പിൾ പറയാം. നമ്മൾ ചില പ്രശ്നങ്ങൾ നമ്മുടെ കൂട്ടുകാരോട് വലിയ സംഭവമായിട്ട് പറയും ഇതാപ്പോ അല്ലേ, അതെന്താ ഇതാപ്പോ ഒരു പ്രശ്നം, ഇതിലേറെ വലിയ ഓക്കെ മറ്റേതിലും അറിയില്ല, ഇതിലും വലുത് ചാടിക്കടന്നവനാ അല്ലേ, ഇതിലും വലുത് ചാടിക്കടന്നവനാണ് കെ കെ ജോസഫ്. ഇതാണപ്പോ ഈ ഒരു പ്രോബ്ലം ആയിട്ട് വരുന്നത്? ഇതാണപ്പോ അത്ര വലിയ കാര്യം? ഓക്കെ, ഇതിപ്പോ വലിയൊരു ആനക്കാരായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ എന്ത്? നമുക്കൊരു പ്രശ്നത്തിന് പ്രശ്നമായിട്ട് ഫീൽ ചെയ്യുമ്പോഴാണ് നമ്മുടെ ലൈഫിൽ നമുക്ക് ബ്ലോക്ക് ആയിട്ട് മാറുക. ഓക്കെ, അപ്പൊ ആ പ്രശ്നത്തിൽ നിന്ന് സൊല്യൂഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾ തോട്ട് എവിടുന്ന വരുന്നത് നിങ്ങൾ നേരത്തെ മനസ്സിലാക്കണം. തോട്ട് ഡയറക്ട്ലി കണക്റ്റഡ് ടു യൂണിവേഴ്സ് ആണ്. ഓക്കെ, നേരത്തെ നിങ്ങൾ പറഞ്ഞിരിക്കുന്ന എക്സ്പീരിയൻസും കാര്യങ്ങളും ഒക്കെ പാടെ ഉണ്ടാവുന്നതാണ് ശരിക്കും നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത്. ഈ മൈൻഡ് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതുവരെ ഒരു ആൻസർ ആർക്കും കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ഞാൻ അതിലേക്ക് അതോട് പോകുന്നില്ല. ഓക്കെ, മൈൻഡ് എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് സിസ്റ്റമാണ് ശരിക്കും. എന്താണ് സിസ്റ്റം? ചിന്തകൾ, ഒന്ന് തോട്ട്സ്, നിങ്ങൾ പറഞ്ഞ തോട്ട്സ്, രണ്ട് ഇമോഷൻസ്, നമ്മുടെ ഇമോഷൻസ്, പെർസെപ്ഷൻസ്, നമ്മുടെ കാഴ്ചപ്പാടുകൾ, ആൻഡ് കോഗ്നിറ്റീവ് പ്രോസസ്സ്, നമ്മുടെ ബ്രെയിനുമായിട്ട് വന്ന കോഗ്നിറ്റീവ് പ്രോസസ്സ് എന്ത് ചെയ്യുക, അതെല്ലാം കൂടെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് നമ്മുടെ ചുറ്റുപാടുണ്ടാകുന്ന ഒരു കാര്യങ്ങളെയാണ് നമുക്ക് മൈൻഡ് എന്ന് പറയാൻ പറ്റും. അതെന്തല്ല, ഫിസിക്കലി അല്ല, അത് നമ്മൾ ഉണ്ടാവുന്ന കാര്യങ്ങൾക്കനുസരിച്ചിട്ടാണ്. അപ്പം നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ട സാധനം, ഒരു മനുഷ്യനെ നിങ്ങൾ ഇങ്ങനെ വെറുതെ തിങ്ക് ചെയ്ത് നോക്കുക, വെറുതെ നിങ്ങൾ ഇങ്ങനെ സങ്കല്പിച്ച് നോക്കുക, ഇമാജിൻ ചെയ്ത് നോക്കുക. സനീഷ് എന്ന് പറയുന്ന വ്യക്തി, സനീഷിന്റെ അതേ അച്ഛനും അമ്മയ്ക്കും സ്വിറ്റ്സർലാൻഡിലാണ് ജനിച്ചത്. സനീഷ് എന്ന് പറയുന്ന വ്യക്തി, സനീഷിന്റെ അതേ അച്ഛനും അമ്മക്കും സ്വിറ്റ്സർലാൻഡിലാണ് ജനിച്ചത് എങ്കിൽ ബോഡി ഇതേപോലെയാണ്, എല്ലാം ഇതേപോലെയാണ്, ചിന്തകളും ക്യാരക്ടറും ഇതേപോലെ ആയിരിക്കുമോ? നോ അല്ലേ? ഇനി നമ്മൾ വേറെ ആലോചിച്ച് വെക്കാം. നമ്മൾ പറയും അപ്പം അത് നമുക്ക് മനസ്സിലായി, സാഹചര്യങ്ങൾ മാറുന്ന സമയത്ത് നമ്മുടെ ചിന്തകളും കാര്യങ്ങളൊക്കെ മാറുന്നുണ്ട്, നമ്മുടെ തോട്ട് പ്രോസസ് ഒക്കെ മാറുന്നുണ്ട്, മനസ്സിലായി. ഇനി വേറെ കാര്യം കൂടെ ആലോചിച്ച് വെക്കുക. സനീഷ് എന്ന് പറയുന്ന വ്യക്തിയുടെ അച്ഛനും അമ്മയ്ക്കും സനീഷ് ജനിച്ചു. സനീഷിന്റെ വീട്ടിൽ വേറെ ആരൊക്കെയുണ്ട്? നിങ്ങൾക്ക് ബ്രദേഴ്സോ സിസ്റ്റേഴ്സോ ഉണ്ടോ? എത്ര ബ്രദർ ഉണ്ടോ? ഒരു ബ്രദറും 2 സിസ്റ്റേഴ്സ്. ഒരു ബ്രദറും 2 സിസ്റ്റേഴ്സും. നിങ്ങൾ എന്താ ചെയ്യുന്നത്? കൺസ്ട്രക്ഷൻ വർക്ക്. ബ്രദർ എന്താ ചെയ്യുന്നത്? ബ്രദർ ഡ്രൈവറാണ്, സൗദിയിൽ കൊടുക്കും. ഒരേ അച്ഛനും അമ്മക്കും ജനിച്ചു, ഒരേ രീതിയിൽ നിങ്ങളെ പഠിപ്പിച്ചു, രണ്ടാൾക്കും 2 ലൈഫ് സ്റ്റൈലാണ് അല്ലേ? സിസ്റ്റർക്ക് വേറെ ലൈഫ് സ്റ്റൈലാണ്. അത് സനീഷിന്റെ വീട്ടിലാവില്ല, എൻ്റെ വീട്ടിലാണെങ്കിലൊക്കെ അങ്ങനെ ആയിരിക്കും അല്ലേ? അപ്പൊ നമ്മുടെ സാഹചര്യങ്ങളെയും കാര്യങ്ങളെക്കാളിലൊക്കെ കൂടുതൽ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ മാറുന്നത് നമ്മളുടെ തോട്ടിനനുസരിച്ചായിരിക്കും. ഓക്കെ, ഈ തോട്ട് എങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല്, ഒന്ന് നിങ്ങൾ നേരത്തെ പറഞ്ഞ സാഹചര്യങ്ങളും കാര്യങ്ങളിലൂടെ തന്നെ ആയിരിക്കും. ബറാക്ക് ഒബാമ ഉണ്ടായിരിക്കുന്നത്, ബറാക്ക് ഒബാമയുടെ അനിയൻ ഉണ്ടായിരിക്കുന്നത്. APJ അബ്ദുൽ കലാം ഉണ്ടായിരിക്കുന്നത്, APJ അബ്ദുൽ കലാമിന്റെ അനിയൻ ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, നസ്രിൻ ഉണ്ടായിരിക്കുന്നത്, നസ്രിന്റെ ഒരു ടീൻ ബ്രദർ ഉണ്ടായിരിക്കുന്നത്. ക്ലിയർ ആണോ? അവിടുന്ന് നമുക്ക് ആദ്യം ഉണ്ടാവുന്ന സാധനം, നമുക്ക് ഈ നിങ്ങൾ പറഞ്ഞ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ആഗ്രഹങ്ങളാണ്. ഫോർ എക്സാമ്പിൾ, 5 സ്റ്റാർ ഹോട്ടലിൽ ഇതുവരെ താമസിക്കാത്ത ഒരാൾക്ക് 5 സ്റ്റാർ ഹോട്ടലിൽ താമസിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടാകാൻ ചാൻസ് കുറവാണ്. ഓക്കെ, ഈ 5 സ്റ്റാർ ഹോട്ടലിൽ താമസിക്കണം നമുക്കൊരു ആഗ്രഹം ഉണ്ടാവണമെങ്കിൽ നമ്മൾ 5 സ്റ്റാർ ഹോട്ടൽ ഉണ്ട് എന്നുള്ളതും അതിനെ കുറിച്ചിട്ട് അറിയുകയും വേണം. ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞു. iPhone 17 Pro ഇറങ്ങി, വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളൊന്ന് ജസ്റ്റ് ഒന്ന് എസ് കമന്റ് ചെയ്തേ. iPhone 17 Pro വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ജസ്റ്റ് ഒന്ന് വൈ കമന്റ് ചെയ്തേ. ആഗ്രഹിക്കുന്ന ആളുകൾ. ഓക്കെ, അജ്ബർ ആഗ്രഹിക്കുന്നുണ്ട്. ഇല്ല, എല്ലാവർക്കും ഈ ആഗ്രഹം ഉണ്ടോ? ഇല്ല. കണ്ടോ, എല്ലാവർക്കും ഈ ആഗ്രഹം ഉണ്ടോ? ഇല്ല. എല്ലാവർക്കും ആഗ്രഹമല്ല. ഐഫോൺ ആണെങ്കിൽ ഇപ്പൊ എന്തിനാ ഐഫോൺ മേടിക്കുന്നത്? അത് ഓരോ ആളുകൾക്കും ഓരോ രീതിയിലായിരിക്കും. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ ബേസിക്കലി
ഞാൻ പറഞ്ഞു വന്നത് അല്ലെങ്കിൽ നിങ്ങളോട് പറഞ്ഞു വന്നത് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് നമ്മുടെ ലൈഫിൽ നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്, നമ്മുടെ മനസ്സിനെ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്, ജന്മന നമ്മളെ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് കംഫർട്ട് സോണിലേക്ക് പോകാനും വേണ്ടിയിട്ടാണ്, സെക്യൂർ ആവാനും വേണ്ടിയിട്ടാണ്. ഓക്കെ, കേരളത്തിനെ കുറിച്ചിട്ടും ബാക്കിയുള്ള ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കേരളത്തിലെ ജനങ്ങളും എൻ്റെ അടുത്ത്, എൻ്റെ തൊട്ടടുത്ത്, ഞാൻ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് ഒരാളുണ്ടായിരുന്നേ. ഓക്കെ, ഞാൻ ഈ പറയാൻ പോകുന്നത് റെക്കോർഡൊന്നും ചെയ്തിട്ട് അതിനൊന്നും കയറ്റി എടുത്തിട്ടോ, ഇതിന് വേണ്ടിയിട്ടൊന്നുമല്ല, ഞാനൊരു ഇഷ്യൂ ഉണ്ടാക്കാൻ വേണ്ടി പറയില്ല. അപ്പൊ അദ്ദേഹം വളർന്നതൊക്കെ ഇവിടെ അല്ല, കേരളത്തിന് പുറത്താണ്, വേറെ സംസ്ഥാനത്തോടാണ്. അപ്പൊ അദ്ദേഹം ഇവിടെ ഒരു പ്രൈവറ്റ് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ്, ഒരു സെമി ഗവൺമെന്റ് കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ അമ്മ അച്ഛനൊക്കെ ടീച്ചറാണ്. അപ്പൊ അദ്ദേഹം ടീച്ചർ പറയാണ്, കേരളത്തിലൊക്കെ ആണെങ്കിൽ കല്യാണം കഴിക്കുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് പുരുഷന് ഗവൺമെന്റ് ജോലി ഉണ്ടോ എന്നുള്ളതാണ്. അദ്ദേഹം ഹൈദരാബാദിലാണ് ജനിച്ചത്. അവിടെ ഒരു കല്യാണം കഴിക്കുന്ന സമയത്ത് അവിടുത്തെ പേരൻസ് ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് എന്താണ് നിങ്ങളുടെ CTC, ആനൊരു സാലറി എന്താണെന്നുള്ളതാണ്. ഓക്കെ, അവിടെ പ്രൈവറ്റ് ജോബിനാണ് ഏറ്റവും പ്രാധാന്യം. ഓക്കെ, എന്നാൽ പ്രൈവറ്റ് ജോബിൽ ചിലപ്പം അയാളുടെ കപ്പാസിറ്റി സാലറി കൂടുതലായിരിക്കും. ഇവിടെ ഗവൺമെന്റ് ജോലിക്കാണ്. അപ്പൊ പൊതുവെ മനുഷ്യന്മാർ ഒരു സെക്യൂർ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് നമ്മളെ മൈൻഡിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമ്മളെ മൈൻഡിനെ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് വളരെ സെക്യൂർ ആയിട്ട് ജീവിക്കാനാണ്, വളരെ ഒതുങ്ങി ജീവിക്കാനാണ്. ഓക്കെ, അതായത് കൂടുതൽ പൈസ ചെലവാക്കാതെ, കൂടുതൽ കാര്യങ്ങൾ ചെയ്യാതെ വളരെ സേഫായിട്ട് ജീവിക്കണം, വളരെ സേഫായിട്ട് ജീവിക്കണം. നീ ഒരു റിസ്ക്കും എടുക്കരുത് എന്നുള്ള രീതിയിലാണ് ആരെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്, മൈൻഡിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് 95% ആളുകളും ഒരേപോലെ ജീവിക്കുന്നത്. ക്ലിയർ ആണോ? 5% ആളുകൾ എന്ത് ചെയ്യും, ഈ മൈൻഡിനെ അംഗീകരിക്കൂല, മനസ്സ് പറയുന്നത് അംഗീകരിക്കൂല. അപ്പൊ നമുക്ക് 2 മൈൻഡിലേക്ക് പോകണം, അല്ലെങ്കിൽ 3 മൈൻഡിലേക്ക് പോകണം. 2 മൈൻഡിലേക്ക് മാത്രം പോവാം, സബ് കോൺഷ്യസ് മൈൻഡും കോൺഷ്യസ് മൈൻഡും. ഇവിടുന്നാണ് നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകണം. ഈ സബ് കോൺഷ്യസ് മൈൻഡും കോൺഷ്യസ് മൈൻഡും തമ്മിൽ തന്നെ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവും. ഞാൻ എക്സാമ്പിൾ പറയാം. ഹഫ്നിസ ഒന്ന് അൺമ്യൂട്ട് ചെയ്യാം. ഹഫ്നിസ, ഫിസിക്കലി ടയേർഡ് ആയിരിക്കുന്ന സമയമില്ലായിരുന്നോ ലൈഫില്? അല്ലേ? ഇന്നാളത്തെ ഒരു ഫീഡ്ബാക്കിൽ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ വെയിറ്റ് 42 കൊണ്ടുവന്നു എന്ന് പറഞ്ഞില്ലേ? അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ എനിക്ക് ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞില്ലേ? എപ്പോഴാണ് ഹഫ്നിസക്ക് അത് പറ്റിയത്? ഹഫ്നിസന്റെ, ഞാൻ ചോദ്യം കംപ്ലീറ്റ് ചെയ്യാം. ഹഫ്നിസക്ക് ഇത് പറ്റിയിരിക്കുന്നത് നിങ്ങൾ കൺസൾട്ട് ചെയ്തിരിക്കുന്ന ഡോക്ടറുടെ മാത്രം കഴിവാണോ, അല്ല ഹഫ്നിസന്റെ കൂടെ ഒരു സെൽഫായിട്ടുള്ള കഴിവോ അല്ലെങ്കിൽ അതിന്റെ ഡിസിഷൻസോ അതിന്റെ പിന്നിലുണ്ടോ? ഞാൻ വിചാരിച്ചിട്ട്, കാരണം ഡോക്ടർ പറഞ്ഞു, പക്ഷെ ഞാനത് എനിക്കത് ചെയ്യണം, അത് പറ്റുന്നുള്ള ആ ഒരു ഇത് വന്നപ്പോഴാണ് ഞാൻ ചെയ്യാൻ തുടങ്ങിയത്. എനിക്ക് എല്ലാം ചെയ്യണം അങ്ങനെ ഒരു മൈൻഡ് വന്നപ്പം പിന്നെ ഞാൻ അത് ട്രൈ ചെയ്യാൻ തുടങ്ങി. അപ്പൊ ട്രൈ ചെയ്ത് പിന്നെ ആ ഒരു ഇതിലേക്ക് എത്തി. വെരി ഗുഡ്. അതായത് വെരി ഗുഡ്. ഹഫ്നിസന്റെ മൈൻഡിനെ അതിന് മുമ്പ് ഒരു കംഫർട്ട് സോണിലേക്ക് ഇങ്ങനെ ആര് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു? ഹഫ്നിസനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ ഡോക്ടേഴ്സ് ഒക്കെ പറയുന്ന സമയത്ത് അത് വരില്ല. ഒരു സമയത്ത് എന്ത് ചെയ്തു, ഹഫ്നിസക്ക് ഒരു തോട്ട് വന്നു. എന്താണ് ആ തോട്ട്? ഒരു മൈൻഡ് പറഞ്ഞു ഇത് നടക്കൂല എന്ന് പറഞ്ഞു, വേറെ മൈൻഡ് പറഞ്ഞു ഇത് നടക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ആ നടക്കൂല എന്ന് പറയുന്ന മൈൻഡിന്റെ റിജക്ഷൻ ഒഴിവാക്കിയിട്ട് ഹഫ്നിസ് എന്ത് ചെയ്തു, ഈ ഒരു ലെവലിലേക്ക് എത്തി. ഇത് ഹഫ്നിസയുടെ മാത്രം കഥയല്ല, നിങ്ങൾ അല്ല ഹഫ്നിസ് അങ്ങനെ തന്നെ അല്ലേ? അല്ല, അതെ, കാരണം എന്റെ അടുത്ത് എല്ലാരും പറഞ്ഞിട്ടുണ്ടാവും എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഡോക്ടേഴ്സ് ആയാലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്ലിയർ ആണോ? പക്ഷെ എനിക്ക് എന്തോ എനിക്ക് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു വിശ്വാസം, ഒരു മൈൻഡ് അതെനിക്ക് വന്നു. പിന്നെ ഞാൻ അവിടുന്ന് തൊട്ടിട്ട് അതിനു വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചോണ്ടിരുന്നു. അപ്പൊ അതെനിക്ക് ശരിക്കും പറയാം അത് സക്സസ് ആയി, നല്ല സക്സസ് ആയി. വെരി ഗുഡ് അഫ്നിസ, കൺഗ്രാറ്റ്സ്. താങ്ക് യു. എല്ലാവരും അഫ്നിസിനെ കൺഗ്രാറ്റ്സ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ലൈഫിൽ സെറ്റ് ബാക്ക് ഉണ്ടാവുന്ന സമയത്ത് നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകൾ പറയുന്നതോ നമ്മുടെ അമ്മ പറയുന്നതോ നമ്മുടെ അച്ഛൻ പറയുന്നതോ ഒന്നുമല്ല. ഓക്കെ, നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിന് ഒരു വിശ്വാസം ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റാത്തൊന്നും ഉണ്ടാവില്ല. ഇത് അഫ്നിസിന്റെ സ്റ്റോറി അല്ല, ഇത് നിങ്ങൾ ഓരോ ആളുകളുടെ സ്റ്റോറിയാണ്, എൻ്റെ സ്റ്റോറിയാണ്, നിങ്ങളുടെ സ്റ്റോറിയാണ്.
നിങ്ങളൊന്ന് ബാക്കിലേക്ക് നോക്കുക. നിങ്ങളൊന്ന് ബാക്കിലേക്ക് നോക്കുന്ന സമയത്ത് ഒരു സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയതും നിങ്ങളെ ചുറ്റുപാടുമുള്ള ആളുകൾ പറഞ്ഞതും ഇന്ന് നിങ്ങൾ ചെയ്യുന്നുണ്ടാവും. എനിക്കൊരു ഇതേപോലെ ഒരു ബിസിനസ് കോച്ച് ആവാനോ കൺസൾട്ടന്റ് ആവാനോ ഒന്നും സാധിക്കില്ല എന്നാണ് ഞാൻ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. 10 വർഷം മുമ്പ് വേണ്ട 2016 പോവുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 10 ഇയർ ബാക്ക് ഞാൻ ഒരു സെഷൻ പോലും എടുത്തിട്ടില്ല. 2016 എന്ന് പറയുന്ന ഇയറിൽ ഞാനൊരു സെഷൻ പോലും എടുത്തിട്ടില്ല. അത് മാത്രമല്ല എൻ്റെ സ്വപ്നത്തിൽ പോലും എന്തില്ല, ഞാൻ ഇങ്ങനെ ഒരു ഫീൽഡിലേക്ക് വരുന്നില്ല. എൻ്റെ സ്വപ്നത്തിൽ പോലും ഇല്ല. നമ്മൾ സ്വപ്നം കാണുമെന്ന് പറഞ്ഞില്ലേ, ആ സ്വപ്നത്തിൽ പോലും ഞാൻ ഇങ്ങനെ ഒരു സെഷൻ എടുക്കുന്ന പറയില്ല. ഞാൻ കുറേ കാലം കഴിഞ്ഞപ്പോൾ ആലോചിച്ചു, ഞാൻ എന്നാണ് ഈ പബ്ലിക് സ്പീക്കിംഗ് പഠിച്ചത്, അല്ലെങ്കിൽ എന്നാ ഞാൻ ഫസ്റ്റ് ചെയ്ത് ആലോചിക്കുമ്പോൾ ഞാൻ മദ്രസയിൽ 3ാം ക്ലാസ്സിലിട്ട് പഠിക്കുന്ന സമയത്തൊക്കെയാണ് അവസാനമായിട്ട് ഒരു പബ്ലിക് സ്പീക്കിംഗ് ഒക്കെ നടത്തിയിട്ടുള്ളത്, ഈ നബിദിനത്തിന്റെ ഒക്കെ ഭാഗമായിട്ട്. പിന്നെ ഞാൻ ഒരിക്കലും അങ്ങനത്തെ ഒരു സംഭവം എൻ്റെ ജന്മത്തിൽ ഉണ്ടായിട്ടില്ല. എൻ്റെ കോളേജ് ലൈഫിലോ സ്കൂൾ ലൈഫിലോ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ എൻ്റെ കോളേജ് ലൈഫിലാണ് ഞാൻ കുറച്ചൊക്കെ ആയിട്ട് ഞാൻ ഇങ്ങനത്തെ ആക്ടിവിറ്റീസിലില്ലെങ്കിൽ മാഗസിനിൽ എഴുതി അത്രയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ പിന്നീട് ഞാൻ ഇത്തരം ക്ലാസ്സുകൾക്കൊക്കെ പോയ സമയത്ത് ഷാഫി സാറിന്റെ ക്ലാസ് കേൾക്കുന്ന സമയത്താണ് എനിക്കിങ്ങനെ തോന്നിയത്, എങ്ങനെയാണ് ഇങ്ങനെ ആളുകളെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുക. അവിടുന്നാണ് ഫസ്റ്റ് ആയിട്ട് എനിക്ക് ആഗ്രഹം ഉണ്ടാവുന്നത് കേട്ടോ. ഓക്കെ, ഈ ആഗ്രഹം ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾക്കൊരു കാര്യത്തിൽ ആഗ്രഹം ഉണ്ടാകുന്ന സമയത്ത് 2 മൈൻഡിനെ കുറിച്ച് നിങ്ങൾ കറക്റ്റ് മനസ്സിലാക്കുക. ഇതിൽ പല ആളുകളും ക്ലാസ് എടുത്തിട്ടുണ്ടാവും. സബ് കോൺഷ്യസ് മൈൻഡിന്റെയും കോൺഷ്യസ് മൈൻഡിന്റെയും പ്രത്യേകത എന്ന് പറയുന്നത്, കോൺഷ്യസ് മൈൻഡ് അനുഭവിച്ച കാര്യങ്ങളെ നിങ്ങൾക്ക് അംഗീകരിക്കുള്ളൂ. സിംപിളി. ഓക്കെ, നിങ്ങളൊരു പ്രാവശ്യം ചെയ്തിട്ട് നിങ്ങൾക്ക് അനുഭവിച്ച കാര്യങ്ങൾ കോൺഷ്യസ് മൈൻഡ് പെട്ടെന്ന് അപ്രൂവൽ തരും. അല്ലാത്ത കാര്യങ്ങളിലേക്ക് പോകുന്ന സമയത്ത് അയാൾ നിങ്ങളോട് പറയും, ഒരാളുണ്ടാവും അവിടെ, ഇല്ലല്ല അത് നടക്കൂല കേട്ടോ, നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. ആരാ പറയാ? നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങളോട് എന്താ പറയാ? നിങ്ങളെ കൊണ്ട് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയാം. അതെന്ത് ചെയ്യരുത്, നിങ്ങൾ വിശ്വസിക്കരുത്. അതിനാണ് നമ്മൾ മൈൻഡ് ബ്ലൂ പ്രിന്റ് എന്ന് പറയാം. അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ, നിങ്ങൾ വേറെ കുറേ ആളുകളുടെ സ്റ്റോറിയിലേക്കൊന്നും പോകണ്ട, നിങ്ങളുടെ സ്റ്റോറിയിലേക്ക് പോയാൽ മതി. സബ് കോൺഷ്യസ് മൈൻഡ് എപ്പോൾ എന്താ പറയാ? ദിസ് ഈസ് എ പാർട്ട് ഓഫ് ദ മൈൻഡ് ദാറ്റ് ഈസ് ആക്റ്റീവ്ലി അവെയർ ഓഫ് തിങ്കിങ്. അത് ആക്റ്റീവായിട്ട് തിങ്ക് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇറ്റ്സ് ഇൻക്ലൂഡ് എവറിത്തിങ് വി കറന്റ്ലി അവെയർ സച്ച് ആസ് തോട്ട്, ഡിസിഷൻസ് ആൻഡ് എൻവയോൺമെന്റ് അറൗണ്ട് us. ഇതാണ് നമ്മുടെ ഉള്ളിൽ നിന്നുള്ള സംഭവങ്ങൾ. ഇറ്റ്സ് ഓപ്പറേറ്റ് ഇൻ ദ പ്രസന്റ് മൊമെന്റ് ആൻഡ് ഇറ്റ്സ് റെസ്പോൺസിബിൾ ഫോർ ലോജിക്കൽ തിങ്കിങ്, പ്രോബ്ലം സോൾവിങ് ആൻഡ് പ്ലാനിങ്. ഓക്കെ, അത് റെപ്രസെന്റ് ചെയ്യുന്നത് എന്തിനാണ്? നമ്മുടെ ലോജിക്കൽ തിങ്കിങ്ങിനെയും പ്രോബ്ലം സോൾവിങ്ങിനെയും പ്ലാനിങ്ങിനെയൊക്കെയാണ് എന്ത് ചെയ്യുക, ഈ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്ന കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്ന സംഭവത്തിലേക്ക് പോവാം. ഈ കോൺഷ്യസ് മൈൻഡ് അല്ല ഈ ലോകം ബ്യൂട്ടിഫുൾ ആക്കിയിട്ടിരിക്കുന്നത്. ഇല്ലാത്ത കാര്യത്തിനാണ് എല്ലാവരും കൊണ്ടുവന്നത്. ഓക്കെ, ഡ്രൈവർ ഇല്ലാത്ത കാറെന്ന് 20 വർഷം മുമ്പാണ് ആര് പറഞ്ഞത്? ഇലോൺ മസ്ക് പറഞ്ഞത്. എത്ര വർഷം മുമ്പ്? 20 ഇയർ ബാക്ക്. ഇന്ന് ഡ്രൈവർ ഇല്ലാത്ത കാർ ഉണ്ടോ? അത് യാഥാർത്ഥ്യമാണോ? യാഥാർത്ഥ്യമായി. റോക്കറ്റ് മുകളിലേക്ക് പോയിട്ട് താഴേക്ക് വരാറില്ലായിരുന്നു. മുകളിലേക്ക് പോകുന്ന റോക്കറ്റിന് താഴേക്ക് കൊണ്ടുവരാമെന്ന് വിശ്വസിച്ച വ്യക്തിയാണ് ആര്? ഇലോൺ മസ്ക് അല്ലേ? ഇലോൺ മസ്കിന്റെ സ്റ്റോറിയും ഇലോൺ മസ്കിന്റെ ബയോഗ്രഫി ഒക്കെ വായിക്കുമ്പോൾ വേറെ ഒന്നും വേണ്ട, നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ ഇൻസ്പയർ ആവാൻ. അദ്ദേഹത്തിന്റെ സ്റ്റോറിയിലുണ്ട്, അദ്ദേഹം പേപ്പാലൊക്കെ വർക്ക് ചെയ്ത്, ആദ്യം അദ്ദേഹം പേപ്പാലാണ് ക്രിയേറ്റ് ചെയ്തത്, പേപ്പാലൊക്കെ സെല് ചെയ്തിട്ടാണ് ഇതിലേക്ക് വരുന്നത്. അങ്ങനെ അദ്ദേഹം ഈ സ്പേസ് എക്സിന്റെ സംഭവം തുടങ്ങുന്ന സമയത്ത് പേപ്പാലിന്റെ കോ ഫൗണ്ടർ ഇദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളോട് കുറച്ച് പൈസ ചോദിക്കുകയാണ്, ഇൻവെസ്റ്റ്മെന്റ് ചോദിക്കുകയാണ്. അപ്പൊ അദ്ദേഹം പറയാണ്, ഓക്കെ മസ്ക്, എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി, എനിക്ക് നിങ്ങളുടെ കമ്പനിയുടെ ചീഫ് എഞ്ചിനീയറോട് സംസാരിക്കണം. ആ ചീഫ് എഞ്ചിനീയറോട് സംസാരിച്ചതിന് ശേഷം വേണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഇയാൾ പറഞ്ഞു, യു ആർ ടോക്കിംഗ് വിത്ത് മൈ കമ്പനീസ് ചീഫ് എഞ്ചിനീയർ. ഞാനാണ് ഞങ്ങളുടെ കമ്പനിയുടെ ചീഫ് എഞ്ചിനീയർ. അദ്ദേഹത്തിന് എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല, ഇങ്ങനത്തെ ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ട ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല. സോ അദ്ദേഹം പിന്നീട് പുസ്തകങ്ങളിലൂടെ ഇതിലൂടെയൊക്കെ പഠിച്ചിട്ടാണ് അദ്ദേഹം അതിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പൊ ഞാൻ പറയുന്നത്, നിങ്ങളുടെ ഒരാളുടെ വിശ്വാസമാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. അതിലേക്ക് വരുന്ന സമയത്ത് ഈ സബ് കോൺഷ്യസ് മൈൻഡ് എന്ത് സംഭവിക്കും? കോൺഷ്യസ് മൈൻഡ് ഇങ്ങനെ ലോജിക്കൽ പാർട്ടാണെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സബ് കോൺഷ്യസ് മൈൻഡ് ആണ് നമ്മുടെ മെമ്മറീസ്,
നമ്മുടെ ബിലീഫ്സ്, നമ്മുടെ ഹാബിറ്റ്സ്, നമ്മുടെ ഇമോഷൻസിനൊക്കെ എന്ത് ചെയ്യുക, കൊണ്ടു നടക്കുക. ആക്റ്റീവ് അല്ലാത്ത പാർട്ടിനെ കൊണ്ടു നടക്കുന്ന സബ് കോൺഷ്യസ് മൈൻഡ് ആയിരിക്കും. ഈ സബ് കോൺഷ്യസ് മൈൻഡിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു ഓട്ടോമാറ്റിക് ഫങ്ഷൻസ് ആണ്, ഒരു ഹാബിറ്റ്. ഓക്കെ, ഒരു ഹാബിറ്റ്. ഇപ്പം ഞാൻ എൻ്റെ മുടി ഇങ്ങനെ ആക്കുന്നുണ്ടെങ്കിൽ ഇതെന്റെ സബ് കോൺഷ്യസ് മൈൻഡാണ് ചെയ്യുക. സബ് കോൺഷ്യസ് മൈൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു ഓട്ടോമാറ്റിക് പ്രോസസ്സാണ്, അതൊരു ഓട്ടോമേഷൻ ആണ്. ഓക്കെ, നമ്മുടെ ബിഹേവിയർ, ഓക്കെ, നമ്മൾ അധികം ചിന്തിക്കാതെ ആക്ഷൻസ് എടുക്കുന്നത്. ഞാൻ സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞുതരാം. എനിക്ക് സബ് കോൺഷ്യസ് മൈൻഡ് കാര്യങ്ങൾ മനസ്സിലാവും. 2 എക്സാമ്പിൾ പറയാം. ഒന്ന്, നിങ്ങളുടെ വീട്ടിൽ ഒരു വയസ്സൊക്കെ ആയുള്ള ഒരു കുട്ടി ഉണ്ടെങ്കിൽ നോക്കുക, കുട്ടി ഇങ്ങനെ ഫസ്റ്റ് നടക്കാൻ തുടങ്ങുന്നത് നോക്കുക. ഓക്കെ, നടക്കാൻ തുടങ്ങുന്നത് എങ്ങനെ ചെയ്യാം? ആ കുട്ടി എങ്ങനെ ചെയ്യാം? എങ്ങനെ നടക്കാൻ തുടങ്ങാം അല്ലേ? പതിയെ ഒരു കാലം മുന്നോട്ട് വെച്ചു. അപ്പൊ നമുക്ക് തന്നെ അറിയാം, കുട്ടി വലത്തെ കാലം മുന്നോട്ട് വെച്ചു, പിന്നെ അടുത്ത കാലം മുന്നോട്ട് വെച്ചു. ഇങ്ങനെയാണ് അദ്ദേഹം നടക്കാൻ പഠിക്കുക, ഒരു കുട്ടി പഠിക്കുക. നമ്മളിപ്പോ ഇങ്ങനെ നടക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ചിന്തിക്കുന്നുണ്ടോ, എൻ്റെ ഒരു കാലം ഞാൻ ഇപ്പൊ മുന്നോട്ടാണ് വെക്കുന്നത്, അടുത്ത കാലം പിന്നോട്ടാണ്, പിന്നെ ഞാൻ മുന്നോട്ടാണ് വെച്ച് ഇങ്ങനെ ചിന്തിച്ചിട്ടാണ് നമ്മൾ നടക്കുന്നത്? ആണോ? നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത്, കാറും ബൈക്കൊക്കെ പഠിക്കുന്ന സമയത്ത് ഇത് ഫസ്റ്റ് ഗിയർ ആണ്, ഇത് സെക്കൻഡ് ഗിയർ ആണ്, തേർഡ് ഗിയർ ആണൊക്കെ നമ്മൾ തിങ്ക് ചെയ്തിട്ടാണ് ഡ്രൈവ് ചെയ്യുക. അപ്പൊ കോൺഷ്യസ് മൈൻഡ് വർക്കാണ്. കുറച്ച് കഴിയുമ്പോൾ ഏത് ഗിയറിലാണ് നമുക്ക് തന്നെ അറിയില്ല അല്ലേ? ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ ഇതൊക്കെ ആയിട്ട് നമ്മൾ ഗിയറൊക്കെ മാറ്റിയിട്ട് ഇങ്ങനെ പോകുന്നുണ്ടാവും. ചിലപ്പോൾ 2 ഡ്രൈവിംഗ്, പിന്നെ നമ്മുടെ സ്റ്റയറിംഗ് വീല് നമ്മുടെ കയ്യിലുണ്ടാവില്ല. ഒരു കയ്യിൽ ഫോൺ, ഒരു കയ്യിൽ ചിലപ്പോൾ വെള്ളം കുടിക്കുന്നുണ്ടാവും, വണ്ടി ഇങ്ങനെ പോകുന്നുണ്ടാവും. ഏത് ഗിയറിലാണ് നമുക്ക് അറിയില്ല അല്ലേ? പക്ഷെ ആ ഗിയർ മാറ്റേണ്ട സമയത്ത് നമ്മൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ കമാൻഡ് ചെയ്തിട്ടാണോ ചെയ്യുന്നത്? ആണോ? യെസ് ഓർ നോ? ഓക്കെ, കോൺഷ്യസ് മൈൻഡ് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നിങ്ങൾക്ക് ഏത് കാര്യം എത്തിക്കഴിഞ്ഞാലും അത് നിങ്ങളുടെ ഹാബിറ്റ് ആവും, അത് ഓട്ടോമേഷൻ ആവും. ഇനി ഇതല്ലാത്ത ഒരു മൈൻഡ് ഉണ്ട്, അതാണ് അൺകോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്. അവിടെയാണ് ഡീപ്പർ ലെയർ നടക്കുന്നത്. അവിടെയാണ് നമ്മൾ ഈ മെമ്മറീസ്, ട്രോമകളൊക്കെ ഉണ്ടാവുക. ഡീപ്പർ ലെയർ, നമ്മൾ ചെറുപ്പത്തിൽ ഉണ്ടായിരിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റാത്തൊക്കെ അവിടെയാണ് നമുക്ക് അത്തരം തെറാപ്പികൾ കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ പോവുക. പിന്നെ നമുക്ക് കൊഗ്നിറ്റീവ് ഫങ്ഷൻസും ഇമോഷൻസും ഫീലിങ്സും തോട്ട്സും ബിലീഫ്സും അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. അപ്പൊ അവിടെ ബേസിക്കലി ഞാൻ പറഞ്ഞു വന്ന കാര്യത്തിലുള്ളൂ, നിങ്ങളുടെ ഒരു കാര്യം നമ്മുടെ മൈൻഡിനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ലൈഫിനെ വളരെ സെക്യൂർ ആയിട്ട് വളരെ കംഫർട്ട് സോണിലേക്ക് കൊണ്ടുപോകുന്ന ഒരു രീതിയിലേക്കാണ് നമ്മുടെ മൈൻഡിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആ മൈൻഡിന്റെ ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് ഈ എന്താ പറയാറുള്ളത്, പൂമ്പാറ്റ വിരിയുന്ന ആ പ്രക്രിയക്ക് എന്താ പറയാറുള്ളത്? ബട്ടർഫ്ലൈ എഫക്റ്റ് എന്താ അതിന് പറയാറുള്ളത്? ട്രാൻസ്ഫോർമേഷൻ. ആ ട്രാൻസ്ഫോർമേഷൻ എന്ത് ചെയ്യണം? നടക്കണം. ഓക്കെ, നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡ് ദാറ്റ്സ് നോട്ട് യുവർ ഫ്രണ്ട്. ഓക്കെ, യുവർ കോൺഷ്യസ് മൈൻഡ് ഈസ് നോട്ട് യുവർ ഫ്രണ്ട്. ആക്ച്വലി യുവർ കോൺഷ്യസ് മൈൻഡ് ഈസ് യുവർ എനിമി. യുവർ സബ് കോൺഷ്യസ് മൈൻഡ് ഈസ് റിയലി യുവർ ഫ്രണ്ട്. ഓക്കെ, അപ്പൊ ആ സബ് കോൺഷ്യസ് മൈൻഡിന്റെ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ പോകുമ്പോൾ നിങ്ങളെ കോൺഷ്യസ് മൈൻഡ് നിങ്ങളോട് പറയും യു ക്യാൻ ഡു ദാറ്റ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ആ കോൺഷ്യസ് മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റണം. അതിനാണ് നമ്മൾ മൈൻഡ് പവർ എന്ന് പറയാം. ഈ മൈൻഡ് പവർ എവിടെ ഉള്ളത്? കോൺഷ്യസ് മൈൻഡിലാണുള്ളത്, അല്ലെങ്കിൽ അൺകോൺഷ്യസ് മൈൻഡിലൊക്കെയാണുള്ളത്. സബ് കോൺഷ്യസ് മൈൻഡിലാണുള്ളത്, അല്ലെങ്കിൽ അൺകോൺഷ്യസ് മൈൻഡിലാണുള്ളത്. ഈ കോൺഷ്യസ് മൈൻഡിന്റെ പവർ എന്ന് പറഞ്ഞാൽ 10% ഉള്ളൂ നമ്മളെല്ലാവരും പറയുന്നതാണ്. ബാക്കി ഫുള്ള് ഇല്ലാത്ത കാര്യങ്ങളാണ് ലോകത്തിന് പിന്നീട് സംഭവിച്ചിട്ടുള്ളത്. ഇപ്പോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ, 1000 വർഷം മുമ്പ് ജീവിച്ച ഒരാൾ ഇന്ന് ഭൂമിയിൽ വരികയാണെങ്കിൽ അയാൾ അത്ഭുതപ്പെടുമോ? ഇനിയും ഒരു 1000 വർഷം കഴിഞ്ഞിട്ടുള്ള ഭൂമി എങ്ങനെയായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഇപ്പൊ എത്ര ടെക്നോളജി ആണെങ്കിൽ, ഞാനിപ്പോ ഇന്നലെ ഇങ്ങനെ ഡ്രൈവ് ചെയ്തപ്പോ ഇങ്ങനെ ആലോചിച്ചു, ഇനി ഒരു 100 വർഷം കഴിഞ്ഞിട്ടുള്ള ഈ ഭൂമി എങ്ങനെ ആയിരിക്കും? എനിക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ? പോട്ടെ, 10 വർഷം കഴിഞ്ഞിട്ടുള്ള ഭൂമി എങ്ങനെയായിരിക്കും? ഇമാജിൻ ചെയ്യാൻ പറ്റുമോ? പോട്ടെ, 5 വർഷം കഴിഞ്ഞാൽ 2030 ഈ ഒരു ഭൂമിയുടെ ഇവിടെ വരാൻ പോകുന്ന ടെക്നോളജി നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ? ഇതൊക്കെ ഉള്ളതാണോ? നമ്മൾ നേരത്തെ പറഞ്ഞ മൈൻഡിന്റെ എക്സ്പീരിയൻസ് ഇനി ഉള്ള സംഭവമാണോ ഇവിടെ സംഭവിക്കാൻ പോകുന്നത്? ഇല്ലാത്ത കാര്യങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്? ഏതാ സംഭവിക്കാൻ പോകുന്നത്? ഇതുവരെ ഉള്ള കാര്യങ്ങളാണോ ഇനി സംഭവിക്കാൻ പോകുന്നത്, അതോ ഇതുവരെ ഇല്ലാത്ത കാര്യങ്ങളാണോ? ഇല്ലാത്ത കാര്യങ്ങൾ. ഇതുവരെ ഇല്ലാത്ത കാര്യങ്ങളാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. എന്താ സംഭവിക്കുക എന്നുള്ളത് ആർക്കും അറിയില്ല. ആരൊക്കെയോ എവിടൊക്കെയോ ഇരുന്ന് എന്തൊക്കെയോ ചിന്തിക്കുന്നുണ്ട്. നാളെ ഇതൊക്കെ ഓരോരോ സംഭവമായിട്ട് വരും. 2 വർഷം മുമ്പ് 3 വർഷം മുമ്പ് ChatGPT ഇല്ല, പിന്നീട് ChatGPT വന്നു, പിന്നെ ജെമിനി വന്നു, ഇന്ന് ഓരോരോ കാര്യങ്ങൾ വന്നുകൊടുക്കുന്നുണ്ട്.
ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നു. ഇനിയിപ്പോ ഇതിലേറെ വലിയ എന്തോ സംഭവം കണ്ടുപിടിച്ചത് പറയുന്നുണ്ട്. ഈ ഭൂമി കംഫർട്ട് സോണിൽ നിന്നും പുറത്ത് വരുന്നവർക്കാണ് ചരിത്രം സൃഷ്ടിക്കാൻ പറ്റുക. അങ്ങനെ നിങ്ങൾ ആരുടെയൊക്കെ പേര് പറയുന്നുണ്ടോ അവരൊക്കെ അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ ആ ബ്ലൂ പ്രിന്റിനെ ചേഞ്ച് ചെയ്തവരാണ്. നിങ്ങൾ ആറ് പേര് പറയുന്നുണ്ടെങ്കിൽ അവരൊക്കെ ഇതിലേക്ക് പോകുന്നതാണ്. നിങ്ങൾ വിജയിച്ച മഹാൻ എന്ന് പറയുന്ന ഒരാളുടെ പേര്, ഗാന്ധിജിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിലും, നബിയെ കുറിച്ച് പറയുന്നുണ്ടെങ്കിലും, യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിലും, ശ്രീരാമനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിലും, ശ്രീകൃഷ്ണനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിലും, APJ അബ്ദുൽ കലാമിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിലും, മമ്മൂട്ടിയെ കുറിച്ച് പറയുന്നുണ്ടെങ്കിലും, മെസ്സിയെ കുറിച്ച് പറയുന്നുണ്ടെങ്കിലും, മറഡോണയെ കുറിച്ച് പറയുന്നുണ്ടെങ്കിലും, റൊണാൾഡോനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിലും ഒക്കെ ഇവരുടെയൊക്കെ കോമൺ പ്രത്യേകത എന്താ വെച്ചാൽ വേറെ ആരും അവർ വിശ്വസിക്കാത്ത സമയത്തും അവർ വിശ്വസിച്ചിട്ടുണ്ടാവും. ഇനി നിങ്ങളെക്കുറിച്ചുള്ള ഒരു സ്റ്റോറി നിങ്ങൾ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും. നമ്മുടെ രോഗം, നമ്മളെ അസുഖങ്ങൾ, നമ്മളെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ഇതിനൊക്കെ പിന്നിൽ നമുക്കൊരു ബ്ലൂ പ്രിന്റ് ഉണ്ട്. നമ്മൾ വളർന്നു വന്നിരിക്കുന്ന ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ട്. നേരത്തെ നമ്മുടെ കോൺഷ്യസ് മൈൻഡിലേക്ക് നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ തോട്ട്സ് കാര്യങ്ങളൊക്കെ കോൺഷ്യസ് മൈൻഡ് ആണല്ലോ. ആ കോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മൾ പ്രോഗ്രാമിംഗ് ചെയ്ത് കൊടുത്തു വെച്ചിരിക്കുന്ന ഒരു പ്രോഗ്രാമിനനുസരിച്ചിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. സോ വി നീഡ് ടു റീപ്രോഗ്രാം ദാറ്റ്. ആ റീപ്രോഗ്രാം ചെയ്യേണ്ടത് നിങ്ങളുടെ ലൈഫിൽ വ്യക്തമായ ഒരു ആഗ്രഹങ്ങൾ കൊണ്ടുവരികയും അതിലേക്ക് അലൈൻഡ് ആയിട്ടുള്ള ഗോളുകൾ സെറ്റ് ചെയ്യുകയും ആ ഗോളുകൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഉടനെ തന്നെ അതിന്റെ ആക്ഷൻസിലേക്ക് ഇറങ്ങുകയും ആ ആക്ഷൻസിലേക്ക് ഇറങ്ങിയിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വരുമ്പം യൂണിവേഴ്സിലേക്ക് തോട്ട് കണക്ട് ചെയ്യുകയും അതിന് സൊല്യൂഷൻ കണ്ടെത്തുകയും ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ലൈഫിൽ സക്സസ്ഫുൾ ആകാൻ പറ്റും. പക്ഷെ നല്ല ക്ഷമ വേണം. ഓക്കെ, ക്വിക്കായിട്ട് റിസൾട്ട് പ്രതീക്ഷിക്കരുത്. ക്വിക്കായിട്ട് കിട്ടുക നല്ല ക്ഷമ വേണം. നല്ല സ്ട്രോങ് ബിലീഫ് സിസ്റ്റം ഉണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്താൻ സാധിക്കും. ഓരോ മുന്നോട്ട് പോകുന്ന യാത്രയിലും നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, സേഫ് നിർത്തിക്കട്ടോ, നീ ഇപ്പൊ പോകുന്ന ഡേഞ്ചറിലേക്കാട്ടോ, നീ ചെയ്യണ്ടട്ടോ, ഇങ്ങനെ ചെയ്തിട്ട് പരാജയപ്പെട്ട അവരുണ്ട് കേട്ടോ, പരാജയപ്പെട്ടവരുണ്ട് കേട്ടോ, ഒക്കെ ക്ലിയർ ആണ്. സോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം ഇതേ ഒരു കാര്യം മാത്രമാണ്. ഓക്കെ, ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഇതേ ഒരു കാര്യങ്ങൾ മാത്രമാണ് പറയാനുള്ളത്. ഈ ഒരൊറ്റ കാര്യത്തിലേക്ക് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യുക. ഷിഫ് കെയറിന്റെ യു ക്യാൻ വിൻ എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. ഓക്കെ, ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഷിഫ് കെയറിന്റെ ഞാൻ വായിച്ചിട്ടുണ്ട് അല്ലേ? അതിൽ പ്രധാനപ്പെട്ട ഒരു കോട്ടുണ്ട്, വിന്നേഴ്സ് ഡോണ്ട് ഡു ഡിഫറെന്റ് തിങ്സ്, ദേ ഡു തിങ്സ് ഡിഫറെന്റ്ലി. അല്ലേ? വിജയിച്ച ആളുകളെല്ലാം എന്താണ്, വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്തവരല്ല, ചെയ്ത കാര്യങ്ങൾ വ്യത്യസ്തമാക്കിയവരാണ്. ഞാൻ അടുത്ത ശനിയാഴ്ച, ഞാൻ പ്രൊമോഷന്റെ ഭാഗമായിട്ട് പറയില്ല കേട്ടോ, അടുത്ത ശനിയാഴ്ച ഞാൻ പ്രോഗ്രാം വെച്ചിട്ടുണ്ട്. കാലിക്കറ്റാണ് ഞാൻ പ്രോഗ്രാം വെച്ചിരിക്കുന്നത്. ആ പ്രോഗ്രാം ബിസിനസ് ഓണേഴ്സിന് വേണ്ടിയുള്ള പ്രോഗ്രാമാണ്. ബിസിനസ് ഓണേഴ്സിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് ബിസിനസ് റൺ ചെയ്യുന്നത്, ബേസിക് സിസ്റ്റം എന്താണെന്നുള്ളതാണ്, ഈ ഡിപ്പാർട്ട്മെന്റുകൾ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ചിന്തിച്ച കാര്യമാണ് പറയുന്നത്. എല്ലാ ആളുകളും പ്രോഗ്രാം വെക്കുന്ന എപ്പോഴാണ്? ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഒക്കെ എപ്പോഴാണ് നടക്കുക? നോർമലി എപ്പോഴാണ് നടക്കുക? ടൈം ട്രെയിനിങ് പ്രോഗ്രാം നടക്കുന്ന സമയം എപ്പോഴായിരിക്കും? നോർമൽ ടൈം എപ്പോഴായിരിക്കും? മാർക്കറ്റ് വീക്കാണ്. എങ്ങനെ? മാർക്കറ്റ് വീക്കാണ് സമയത്ത്. അല്ല, ഇതിൽ നടക്കുന്ന ടൈം എപ്പോഴായിരിക്കും? ഒരു ഹോട്ടലിൽ പ്രോഗ്രാം ഒക്കെ ആളുകൾ ട്രെയിനേഴ്സ് ഒക്കെ പ്രോഗ്രാം വെക്കുന്ന സമയത്താണ് അല്ലേ? ഒരു 10 to 5 അല്ലേ വെക്കുക? എനിക്ക് തോന്നി എന്തിപ്പോ എല്ലാവരും 10 to 5 പ്രോഗ്രാം വെക്കുന്നത്? ഓൺടർപ്രണേഴ്സ് ഒക്കെ ശരിക്കും എപ്പോഴാണ് ഫ്രീ ആവുന്നത്? വൈകുന്നേരം ഫ്രീ ആവും അല്ലേ? അപ്പൊ ഞാൻ പ്രോഗ്രാം അനൗൺസ് ചെയ്തു 5 to 10 PM. ഓക്കെ, എൻ്റെ ആ പ്രോഗ്രാം നടക്കുന്നത് 5 to 11 PM ആണ്. 10 PM എന്നാണ് പറയുന്നത്, 11 PM വരെ ഒക്കെ ഉണ്ടാവും. ഓക്കെ, കാരണം 10 PM ആണ് നമുക്ക് പറയാൻ സാധിക്കുക. ഞാനത് എന്താ ചെയ്തത് വെച്ച് കഴിഞ്ഞാല്, ഞാൻ പറഞ്ഞ സംഭവം ഇതാണ്, വിന്നേഴ്സ് ഡോണ്ട് ഡു ഡിഫറെന്റ് തിങ്സ്, ദേ ഡു തിങ്സ് ഡിഫറെന്റ്ലി. എന്തുകൊണ്ട് എനിക്ക് അങ്ങനെ ചെയ്തുകൂടാ? ഓക്കെ, പല ട്രെയിനേഴ്സും പല ആളുകളും ഉണ്ടാകുന്ന സമയത്ത് ഞാൻ തിങ്ക് ചെയ്ത സാധനം, ഇത്രയും ട്രെയിനേഴ്സ് ഉണ്ട്, ഇത്രയും ആളുകളുണ്ട്, ഇനി എന്താണ് ട്രെയിനിങ്ങിനുള്ള സ്കോപ്പ് എന്ന് ആലോചിക്കുമ്പോൾ ഇവരൊക്കെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക ചെയ്യുന്നത്. എന്തുകൊണ്ട് എനിക്ക് ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് ചെയ്തുകൂടാ? അവരുടെ കൂടെ നിന്നിട്ട് ചെയ്തുകൂടാ? അങ്ങനെയാണ് ഈ സിസ്റ്റം സെറ്റിംഗ്സും പെർഫോമൻസ് ഓഡിറ്റിംഗ് ഒക്കെ ഉണ്ടാവുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞ സാധനം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഒരു സംഭവം നമ്മൾ ഇട്ട് കൊടുത്ത്
അതിനെക്കുറിച്ച് തന്നെ തിങ്ക് ചെയ്ത് ഏതുവരെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടുന്നത് വരെ പോവുക. കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് എത്താൻ പറ്റും. ക്ലിയർ ആണോ? സോ താങ്ക് യു ഓൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ജസ്റ്റ് ഒരു ഫീഡ്ബാക്ക് ടൈമാണ്. ഫീഡ്ബാക്ക് ടൈം എല്ലാവരും പറയണം. എല്ലാവരും പറയേണ്ടത് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള സെക്കൻഡിലായിരിക്കണം. ഒരു 30 സെക്കൻഡിലോ കാര്യങ്ങളോ നിങ്ങൾ പറയണം. ഒരു സിംഗിൾ പോയിന്റ് മാത്രം പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ ഫീഡ്ബാക്ക് അവസാനിപ്പിക്കുക. അത് എല്ലാ സെഷൻസിലും നിങ്ങൾ അങ്ങനെ ചെയ്യുക. ഈ സെഷൻസിൽ മാത്രമല്ല, ആങ്കറിങ് ചെയ്യുന്നവരും ലീഡേഴ്സും ഒക്കെ ശ്രദ്ധിക്കുക. എല്ലാ സെഷൻസിലും എല്ലാവരും കൊണ്ടും ഫീഡ്ബാക്ക് പറയിപ്പിക്കുക. ആ ഫീഡ്ബാക്ക് പറയേണ്ടത് ഒരു സിംഗിൾ വേർഡ് പറഞ്ഞാൽ മതി. കൂടുതൽ കഥകളൊന്നും പറയണ്ട. ഇന്നത്തെ സെഷൻസിൽ ഞാൻ എൻ്റെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്ന കാര്യം, ഓക്കെ, ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്ന കാര്യം, ഓക്കെ. നിങ്ങൾ ക്ലാസ് കേൾക്കുന്നിടത്തോ ക്ലാസ് ഇതാക്കുന്നിടത്തൊന്നും നിങ്ങൾ വിജയിക്കാൻ പോകുന്നില്ല. ഇന്നത്തെ സെഷൻസിൽ ഇന്ന് ഞാൻ എൻ്റെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ഒരു പോയിന്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. നിങ്ങൾ ഈ അറ്റൻഡ് ചെയ്ത സമയം ഫുൾ വേസ്റ്റ് ആണ്, ഓക്കെ. ഇന്ന് എൻ്റെ ലൈഫിൽ ഞാൻ ഇന്നൊരു കാര്യം പഠിച്ചു, അതെന്നെ മോട്ടിവേറ്റ് ചെയ്തു, അല്ലെങ്കിൽ അത് ഞാനൊരു ടേക്ക് അവേ പോയിന്റ് ആയിട്ട് എടുത്തു, ഞാൻ അതിൻ്റെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യും. ഓക്കെ, ആരാണ് സ്റ്റാർട്ട് ചെയ്യാം? ആങ്കറിങ് ആരായിരുന്നു? ഗോപിക? യെസ് സർ. സബ് കോൺഷ്യസ് മൈൻഡിനെ സ്ട്രെങ്തൻ ചെയ്യണം. ഓക്കെ, Okay. നൗഫൽ സർ. ഇന്നത്തെ ക്ലാസ് വളരെ നല്ലൊരു ക്ലാസ്സാണ്. സബ് കോൺഷ്യസ് മൈൻഡ് ജോസഫ് മർഗിന്റെ ബുക്ക് വായിച്ചപ്പോൾ ഇത്രയും മനസ്സിലായില്ല. പക്ഷെ സാറിന്റെ ക്ലാസ് വളരെ ലളിതമായ രീതിയിൽ മനസ്സിലായി. ഇതിലിപ്പം ഞാൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത് ദിവസവും ഒരു 5 മിനിറ്റ് സൈലന്റ് ആയിട്ടിരിക്കും. മെഡിറ്റേഷന് മുമ്പ് ഒരു 5 മിനിറ്റ് സൈലന്റ് ആയിട്ട് കാമായിട്ടിരിക്കും, ഏകാഗ്രതയിൽ. താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. മണി സർ. താങ്ക് യു. നമ്മള് മൈൻഡ് ഒന്ന് റീപ്രോഗ്രാം ചെയ്യണം. പുറത്തെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടി റീപ്രോഗ്രാം ചെയ്യണം എന്നുള്ളതാണ് മനസ്സിലായത്. നമ്മള് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്ന വ്യത്യസ്തമായിട്ട് മാറ്റങ്ങൾ വ്യത്യസ്തമായ രീതിയിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അത് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് അതിനൊരു ഉത്തരം കിട്ടും. നമ്മൾ യൂണിവേഴ്സായിട്ട് കണക്റ്റഡ് ആവും എന്നുള്ളതാണ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു മണി സർ. അജ്ബർ സർ. നമ്മളെ കംഫർട്ട് സോണ് ബ്രേക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഏത് രീതിയിൽ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ജീവിതത്തിൽ ഒരു വിധത്തിലുള്ള മാറ്റവും സംഭവിക്കില്ല. സിംഗിൾ പോയിന്റ് പറയാൻ വേണ്ടി ട്രൈ ചെയ്യാം കേട്ടോ. ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ, അഖില മാം. അഖില മാം കേൾക്കാവോ? റസാഖ് സർ. ആരും ചിന്തിക്കാത്തത് ചിന്തിക്കുക, മുന്നോട്ട് പോവുക. ഓക്കെ, താങ്ക് യു സർ. ബീന മാം. മൈൻഡിന്റെ കംഫർട്ട് സോണിൽ നിന്ന് ട്രാൻസ്ഫോർമേഷൻ നടത്താനും. ഓക്കെ, ഗ്രേറ്റ്. താങ്ക് യു. ബൈജു സർ. ഓക്കെ. ഓക്കെ, ഹഫ്നിസ മാം. ഇതൊന്ന് ഒന്നുകൂടി സ്ട്രെങ്തൻ ചെയ്യണം. താങ്ക് യു. ജെസി മാം. മൈൻഡ് റീപ്രോഗ്രാം ചെയ്യും. ഓക്കെ. കീർത്തന. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ സ്ട്രോങ് ആക്കുക. അപ്പൊ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ കൂടുതൽ എളുപ്പമായി വരും. ഓക്കെ, താങ്ക് യു. രഞ്ജിത്ത് സർ. അത് തന്നെയാണ് സബ് കോൺഷ്യസ് മൈൻഡിനെ പ്രോഗ്രാം ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഗ്രേറ്റ്. സനീർ സർ. മെഡിറ്റേഷൻ പറയുമ്പോൾ ഒരു 5 മിനിറ്റ് ധ്യാനം കൂടി ചെയ്യും. ഷൈനി മാം. സബ് കോൺഷ്യസ് മൈൻഡിനെ സ്ട്രോങ് ആക്കുക എന്നുള്ളത്. ഓക്കെ. ഷീജ മാം. ഹലോ, പറഞ്ഞോളൂ. ഞാനും അതന്നെ, കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരാം. ഞാൻ എപ്പോഴും അങ്ങനെ ഒരാളായിരുന്നു. ഞാൻ ഇപ്രാവശ്യം ആദ്യമായിട്ട് ഞാൻ ഒറ്റയ്ക്ക് ട്രെയിനിൽ പോകും. ഓക്കെ, ശരി, താങ്ക് യു. സുനിൽ സർ. കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാനുള്ള പോയിന്റ്സ് എഴുതി വെക്കുക. ഓക്കെ, ഗ്രേറ്റ്. താങ്ക് യു. ഷീല മാം.
ഹലോ, നമസ്കാരം. ഡെയിലി മെഡിറ്റേഷന് മുമ്പ് 5 മിനിറ്റ് ചിന്തിക്കുക, സൈലന്റ് ആയിട്ടിരിക്കുക. ഓക്കെ. ഷൈമിന മാം. കംഫർട്ട് സോണിൽ നിന്ന് നമ്മൾ പുറത്തു കിടക്കുക, സബ് കോൺഷ്യസ് മൈൻഡിനെ ശക്തിപ്പെടുത്തുക. ഓക്കെ. ശ്രീഷ്ണ മാം. കണ്ടിന്യൂസ് ആക്ടിവിറ്റി ചെയ്യുക. നമ്മളിപ്പോൾ ഒരു ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇടയ്ക്ക് എനിക്ക് ഗ്യാപ്പ് വരാറുണ്ട്. ഗ്യാപ്പ് ഇല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് ഇനി മുതൽ മുന്നോട്ടേക്ക് പോകും. ഓക്കെ, താങ്ക് യു. അഖില മാം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ജസ്റ്റ് അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അഖില മാം. മൈൻഡ് റീപ്രോഗ്രാം ചെയ്യാൻ നല്ല തയ്യാറെടുപ്പിലാണ്. ഓക്കെ. ഓക്കെ, എനിവേ താങ്ക് യു സോ മച്ച് ടു സർ, താങ്ക് യു സോ മച്ച് ഫോർ ദി സെഷൻ. അപ്പൊ എനിവേ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലിയർ ചെയ്യാൻ നമ്മൾ ഗ്രൂപ്പ് ത്രൂ കാര്യങ്ങൾ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ നമുക്ക് ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച് ടു ഓൾ. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു സർ. Thank you, sir. Thank you all. Thank you all. Thank you, Thank sir. you, Sai sir. Thank you all. Thank you all. Thank you, sir. Thank you all.